എല്ലാ കൂട്ടുകാർക്കും ടെക്കാസാട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സ്നാപ്സീഡിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 7 ടൂൾസിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ ഒരു സാധാരണ ഫോട്ടോയെ ഏറ്റവും അടിപൊളിയാക്കാനായിട്ട് സഹായിക്കുന്ന 7 ടൂൾസിനെ പറ്റിയിട്ട്. അപ്പോൾ നമ്മൾ ഒട്ടും വൈകാണ്ട് തന്നെ ആ ട്യൂട്ടോറിയലിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട പിക്ക് സ്നാപ്സീഡിലേക്ക് ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടികൾ തുടങ്ങാം. സോ ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ടൂളായിട്ട് ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ക്രോപ്പ് ടൂൾ തന്നെയാണ്. കാരണം ഒരു വലിയ വൈഡായിട്ടുള്ളൊരു ഇമേജാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിൽ അതിൽ നമ്മുടെ സബ്ജക്റ്റിന് പ്രൊജക്ഷൻ കൂട്ടാനായിട്ടും സബ്ജക്റ്റിൻ്റെ വലിപ്പം കൂട്ടാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ക്രോപ്പ് ടൂൾ. നമ്മൾ ജസ്റ്റ് ക്രോപ്പ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മുടെ സബ്ജക്റ്റിനുള്ള പ്രൊജക്ഷൻ കൂടുതലാവും. അതായത് നന്നായിട്ട് എടുത്ത് ഇങ്ങനെ നിൽക്കണ പോലെ കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൂളാണ് ക്രോപ്പ് ടൂൾ, അത് പരിചയപ്പെടുത്തി. ഇനി സെക്കൻഡ് വരുന്നതാണ് ട്യൂൺ ഇമേജ് എന്നുള്ള ടൂള്. ഇതിനകത്താണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ലൈറ്റും കോൺട്രാസ്റ്റും സാച്ചുറേഷനും ഹൈലൈറ്റ്സും എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് വെച്ച് നമ്മൾ ജസ്റ്റ് ആ പടം ഒന്ന് റീ എഡിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. എന്തായാലും ഒരു ഇത് ചെയ്യാണല്ലോ. നമ്മൾ ഇന്നലെ ഇതിൻ്റെ ലൈറ്റ് റൂം എഡിറ്റിംഗ് ട്യൂട്ടോറിയൽ ചെയ്തതാണ്, എങ്കിൽ കൂടി നമ്മളൊന്നുകൂടി എഡിറ്റ് ചെയ്യുകയാണ് സ്നാപ്സീഡിൽ. അപ്പോൾ നമ്മൾ ട്യൂൺ ഇമേജിനകത്ത് നമ്മുടെ ടോണും ബ്രൈറ്റ്നസ്സും എല്ലാം ഒന്ന് സെറ്റാക്കി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണും. അതായത് സാധാരണ ഒരു പിക്ക് എടുക്കുമ്പോൾ ആ നോർമൽ ലൈറ്റിങ്ങിൽ നിന്ന് മാറി നല്ല ഒരു അടിപൊളി ലൈറ്റിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് പറ്റി. ഓക്കെ, ഇനി തേർഡായിട്ട് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത് വിഗ്നെറ്റ് അല്ലെങ്കിൽ വിനിയറ്റ്. എന്താണെന്ന് എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. അപ്പോൾ അത് ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സർക്കിൾ കിട്ടും, അത് സ്വാപ്പ് ചെയ്ത് നമുക്ക് ഏരിയ ഓഫ് കവറേജ് കണ്ടുപിടിക്കാം. അപ്പോൾ അത്യാവശ്യം കവറേജ് കണ്ടുപിടിച്ചിട്ട് ഔട്ടർ ബ്രൈറ്റ്നസ് കുറയ്ക്കുകയും ഇന്നർ ബ്രൈറ്റ്നസ് ഒരു കുറച്ചിട്ടു ഞാൻ. ഇപ്പോൾ ആ പടം ശരിക്കും ഒരു ഇരുണ്ട പടമായി നല്ല ഒരു പ്രത്യേക അടിപൊളി ടോണിലേക്ക് എത്തി. അതാണ് വിനിയറ്റിൻ്റെ ഏറ്റവും വലിയ ഗുണം. വിനിയറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൂളും കൂടിയാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കർവ് ടൂള്, അതായത് നമ്മുടെ 4ാമത്തെ ടൂള്. ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? ഫസ്റ്റ് ക്രോപ്പ് ടൂള് പറഞ്ഞു, സെക്കൻഡ് ട്യൂൺ ഇമേജ് പറഞ്ഞു, തേർഡ് വിനിയറ്റ് പറഞ്ഞു, നമ്മൾ 4th കർവിലേക്ക് കയറി. കർവ് ടൂള് നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് അറേഞ്ച് ചെയ്യാനാണ്. അതായത് ബ്രൈറ്റ്നസ് കൂട്ടുക കുറയ്ക്കുക, അതുപോലെ ഷാഡോ മിഡ് ലൈറ്റ്സ് അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇതൊക്കെ ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിങ്ങനെ പൊക്കി കഴിയുമ്പോൾ ഒരു ഷാഡോ ലെയർ, അതായത് ഒരു ഫെയ്ഡ്നെസ് അവിടെ വന്നു ഇല്ലേ. അപ്പോൾ നമ്മൾ പതുക്കെ ഓരോ പോയിന്റുകളിട്ട് ഇങ്ങനെ ആ പടത്തിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ കർവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. കർവ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് ഈ കർവ് ടൂൾ മാത്രം ഉപയോഗിച്ച് ഒരു ഫോട്ടോയിൽ ബേസിക് ആയിട്ടുള്ള കുറേ ടച്ചപ്പുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ കർവ് ടൂളിൻ്റെ പണി ഇവിടെ തീർത്തു. അപ്പം നമ്മൾ 4ാമത്തെ ടൂളും പരിചയപ്പെടുത്തി കഴിഞ്ഞു. ഓക്കെ, അപ്പോഴേക്കും നല്ലൊരു വ്യത്യാസമായി പടത്തിൽ. ഇനിയുള്ള നമ്മുടെ ടൂൾ എന്ന് പറയുന്നത് സെലക്റ്റീവ് ആണ്. ഓക്കെ, സെലക്റ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് പൂക്കളുള്ള ഒരു ഫോട്ടോ എടുത്തു. അതിനകത്ത് നമുക്ക് ഒരു പൂ മാത്രമായിട്ട് ഫോക്കസ് ചെയ്ത് ഭയങ്കര ഷാർപ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ സെലക്റ്റീവ് ഉപയോഗിച്ച് നമുക്ക് ഷാർപ്പാക്കേണ്ട പൂവിൻ്റെ അവിടെ കൊണ്ട് വെക്കുക. എന്നിട്ട് ഇങ്ങനെ ചെറുതാക്കി കവറേജ് ഓഫ് ഏരിയ കണ്ടുപിടിക്കുക. ആ റെഡായിട്ട് വരുന്ന ഭാഗമാണ് നമുക്ക് കളർ ചെയ്യേണ്ട ഭാഗം, അഥവാ സെലക്ട് ചെയ്ത് വെച്ച ഭാഗം. ഇപ്പോൾ റെഡ് കറക്റ്റായിട്ട് ഞാൻ ആ പൂവിൽ കൊണ്ടുവന്നിട്ട് ജസ്റ്റ് ബ്രൈറ്റ്നസ് കുറച്ച് കൂട്ടി, കോൺട്രാസ്റ്റ് കൂട്ടി, സാച്ചുറേഷൻ അഡ്ജസ്റ്റ് ചെയ്തു, അതുപോലെ സ്ട്രക്ചർ ഒരു പൊടിക്ക് കൂട്ടി, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ ആ പൂവിന് മാത്രമായിട്ട് ഒരു എടുത്ത് നിൽക്കൽ വന്നു. മീൻസ് ആ പൂവ് മാത്രം ഒന്ന് പ്രൊജക്റ്റ് ചെയ്തു. അതാണ് സെലക്റ്റീവിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. എനിക്ക് സെലക്റ്റീവ് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ടൂളാണ്. അപ്പോൾ നമ്മൾ 5ാമത്തെ ടൂളും കഴിഞ്ഞു. ഇനിയുള്ള നമ്മുടെ ടൂളാണ് ഹീലിംഗ് ടൂൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൂളാണ്. ഇതിൻ്റെ ഉപയോഗം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇങ്ങനെ മാച്ച് കളയാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഹീലിംഗ് ടൂൾ. സോ നമ്മളിവിടെ ഹീലിംഗ് ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആയിട്ട് ഒരു സംഭവമുണ്ട്. ഇതിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, കാരണം ഇത് ഈ പടത്തിന് ഭയങ്കര ഡിസ്ട്രാക്ഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ അത് മാഞ്ഞു നോക്കോളും. അപ്പോൾ ഈ നമ്മളെടുക്കുന്ന പല ഫോട്ടോസിലും കുറേ സംഭവങ്ങൾ ഇങ്ങനെ ഉണ്ടാവും ഡിസ്ട്രാക്ഷനായിട്ട്. അപ്പോൾ അതൊക്കെ മാച്ച് കളയാനായിട്ട് നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാം. ഹീലിംഗ് ടൂൾ എന്ന് വെച്ചാൽ ഒരുപാട് ഉപയോഗിച്ചാൽ പാണ്ട് പിടിച്ചാൽ വരും. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ ഉപയോഗിച്ചാൽ കണ്ടാട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഔട്ട് വരുമ്പോൾ ഇങ്ങനെ അലമ്പായിട്ട് കിടക്കും. അപ്പോൾ ആവശ്യത്തിന് മാത്രം ചെറുതായിട്ട് ഹീലിംഗ് ടൂൾ ഉപയോഗിക്കുക. അങ്ങനെ നമ്മുടെ 5ാമത്തെ ടൂളും കഴിഞ്ഞു. 6ാമത്തെ ടൂളിൽ വരുന്നത് ഡീറ്റെയിൽസിൽ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചർ, അതായത് ആ പടത്തിന് മൊത്തമുള്ള ഒരു ഷാർപ്നെസ് അല്ലെങ്കിൽ സോഫ്റ്റ്നെസ് കുറയ്ക്കുകയും ഷാർപ്നെസ് കൂട്ടുകയും സ്ട്രക്ചർ ചെയ്യുക. അപ്പോൾ സ്ട്രക്ചർ ചില ഫോട്ടോസിൽ കുറച്ചിടുമ്പോൾ ഭംഗിയായിരിക്കും, ചിലതിൽ കൂടി കിടക്കുമ്പോൾ ഭംഗിയായിരിക്കും, ചിലതിൽ ഒന്നും ചെയ്തിരിക്കുന്നതായിരിക്കും ഭംഗി. അത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഫോട്ടോ അനുസരിച്ച്. പിന്നെ അതിനകത്ത് 2ാമത്തെ ഓപ്ഷനാണ് ഷാർപ്പണിങ് വെച്ചിട്ട് ഓൾ ഫോട്ടോന്റെ ഷാർപ്നെസ് നമുക്ക് കൂട്ടാനായിട്ട് പറ്റും. മീൻസ് എല്ലാ ഫോട്ടോയിൽ കൂട്ടിയിട്ട് അതിൻ്റെ ഷാർപ്നെസ് കൊണ്ട് കൂട്ടാൻ പറ്റും.
ഈ രണ്ട് ഓപ്ഷൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ നോയ്സ് അടിക്കും നന്നായിട്ട്. അപ്പോൾ നോയ്സ് വരാണ്ട് ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ 6ാമത്തെ ടൂളും കഴിഞ്ഞു. സോ ദ ലാസ്റ്റ് ടൂൾ, ബ്രഷ്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഈ ഒരു പടത്തിൽ ബ്രഷ് ടൂളിന്റെ ആവശ്യം അത്രയ്ക്കില്ല. പക്ഷെ നമ്മൾ ഒരു പോർട്രേറ്റ് ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ചില ഭാഗം ഒരുപാട് വെളുത്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഡോഡ്ജ് എന്നുള്ള സാധനം ബേൺ ടൂളിലേക്ക് മാറ്റി, അതായത് -10 -5 ബേൺ ആണ്. അപ്പോൾ കണ്ടു, ജസ്റ്റ് ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അത്രയും പോർഷൻസ് ഡാർക്കായി പോവാം. അതുപോലെ ഒരുപാട് ഇരുട്ടുള്ള ഫോട്ടോസ് ആണെങ്കിൽ വെളിച്ചം കൂട്ടാനും പറ്റും. അതാണ് ഡോട്ട് ടൂളിന്റെ ഉപയോഗം. ഈ ഫോട്ടോയിൽ നമ്മൾ അടുത്ത ഇമ്പോർട്ടൻ്റ് ടൂൾ നോക്കുകയാണെങ്കിൽ 7ാമത്തത് കഴിഞ്ഞു. എന്നാലും സാരില്ല, ജസ്റ്റ് ഒരു ടൂളിനും പരിചയപ്പെടുത്താം. വൈറ്റ് ബാലൻസ്. വൈറ്റ് ബാലൻസിന്റെ ഗുണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോണിങ് സെറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ടിൻറ്റും ടെമ്പറേച്ചറും കണ്ട, ടിൻറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിങ്ക് വരും, ടിൻറ്റ് കുറച്ച് കഴിഞ്ഞാൽ ഗ്രീൻ വരും. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു ടോൺ നമ്മൾ സെലക്ട് ചെയ്യുക, ടെമ്പറേച്ചറും നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ടോട്ടൽ 8 ടൂൾ പരിചയപ്പെടുത്തി. എന്നാലും മെയിൻ ഇമ്പോർട്ടൻ്റ് വരുന്നത് വൈറ്റ് ബാലൻസ് ആണ്. മറ്റേ ഇതിനേക്കാൾ ഉപരി നമ്മുടെ ബ്രഷിനേക്കാൾ ഉപരി. പക്ഷെ നമ്മൾ ചൂസ് ചെയ്യുന്നത് മറ്റേ ഒരു പോർട്രേറ്റ് ഫോട്ടോ ആണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ വീഡിയോയിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്ക് ഔട്രോയിലേക്ക് പോകാം. സോ എല്ലാ കൂട്ടുകാരും വീഡിയോ കണ്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അതുപോലെ തന്നെ ഈ 7 ടൂൾസ് ഉപയോഗിച്ച് നിങ്ങളുടെ പടം അടിപൊളിയാക്കാൻ പറ്റും, ഐ ആം പ്രിറ്റി ഷുവർ. സോ ഇവിടെ വെച്ച് നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്.